നന്ദേട്ടാ, നിങ്ങളോട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാ എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ടെന്ന്. പിന്നെ എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? തന്റെ അരികിലായിരിക്കുന്നവനോട് പതിവ് ഡയലോഗും പറഞ്ഞ് എണീക്കാൻ നിന്നവളെ അവൻ അവിടെ തന്നെ പിടിച്ചിരുത്തി. എന്റെ കാത്തു, ഞാനും പറഞ്ഞല്ലേ നിന്നെ കൊണ്ടേ ഞാൻ പോകുന്നു. കണ്ണുകളിൽ നിറഞ്ഞ കുസൃതിയോടെ അവൻ പറഞ്ഞു. അവന്റെ കണ്ണുകളിലെ കുസൃതി അവൾക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സിന്റെ കണ്ണുകൊണ്ട് അവളത് കണ്ടിരുന്നു. വേണ്ട നന്ദേട്ടാ, ഇതൊന്നും ആർക്കും ഇഷ്ടാവില്ല. ആരുടെയും ഇഷ്ടം നോക്കിയിട്ടൊന്നല്ല ഈ നന്ദൻ കാത്തുവിനെ പ്രണയിച്ചിട്ടുള്ളു. അതുകൊണ്ട് കാത്തു എന്റെ ഭാര്യയായിട്ട് എന്റെ കൂടെ കാണും. നീ പറഞ്ഞ പോലെ ഇനി നിന്നെ ശല്യം ചെയ്യാൻ ഈ നന്ദൻ നിന്റെ മുമ്പിൽ വല്ല കാത്തു. എങ്കിലും ഈ നന്ദന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് കാത്തുവായിരിക്കും. അത്രയും പറഞ്ഞ് നന്ദൻ ആ ആൽമരച്ചോട്ടിൽ നിന്ന് എണീറ്റ് വീട്ടിലേക്ക് നടന്നു. മറുപടി പറയാനില്ലാതെ അവൾ തലകുനിച്ചിരുന്നു. ജന്മനാ കാഴ്ച നഷ്ടപ്പെട്ടവളായി ജനിച്ചതാണ്. കുടുംബക്കാരും കൂട്ടുകാരുമെല്ലാം തന്നെ കാണുമ്പോഴേ കളിയാക്കൽ തുടങ്ങും. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമമായിരുന്നെങ്കിലും പിന്നെ പിന്നെ അതൊരു വിഷയമല്ലാതായി. അങ്ങനെയാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അർച്ചനയെ കിട്ടുന്നു. തൻ്റെ ഉറ്റ സുഹൃത്ത്, എന്തിനും കൂടെയുണ്ടായി. മറ്റുള്ളവരെ പോലെ കളിയാക്കാതെ എന്നെ ചേർത്ത് നിർത്തിയവൾ. അവിടെ ഒരേ ഒരു ഏട്ടനാണ് നന്ദേട്ടൻ. ഞാനും നന്ദേട്ടനും അച്ചു വന്നു മുതൽ നല്ല കൂട്ടായിരുന്നു. ഞങ്ങൾ വളരുന്നതിനൊപ്പം നന്ദേട്ടൻ എന്നോടുള്ള പ്രണയം വളർന്നു തുടങ്ങി. എങ്കിലും ഞാനൊരു അകലം പാലിച്ചാണ് എപ്പോഴും നടന്നിരുന്നത്. എന്നെപ്പോലെ ഒരുത്തിയല്ല നന്ദേട്ടന് വേണ്ടത്. ഞാൻ കാരണം ആ ജീവിതവും തകരാൻ പാടില്ല. നന്ദേട്ടന്റെ കാത്തു എന്തിനാ ആലോചിക്കുന്നേ? അച്ചുവിന്റെ ശബ്ദമാണ് ഓർമ്മകളിൽ നിന്ന് എന്നെ തിരിച്ചുകൊണ്ടുവന്ന്. എന്തിനാ കാത്തു ആ പാവത്തിനെ ഇങ്ങനെ ഒഴിവാക്കുന്നേ? എന്റെ ഏട്ടൻ നിന്നെ ഒത്തിരി ഇഷ്ടമായിട്ടല്ലേ കാത്തു? അച്ചു എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അച്ചുമ്മ, എന്തിനാടി ഈ കണ്ണ് കാണാത്തോളം നിന്റെ ചേട്ടന്? എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ലടി. നീ ഇതന്നെ ഇങ്ങനെ ആവർത്തിക്കുന്ന എന്തിനാ കാത്തു? അതിനുള്ള ഉത്തരം നിനക്ക് തന്നിട്ട് ഒരുപാട് തവണ തന്നല്ലേ. നീ ഇനി ഓരോ ന്യായങ്ങളും നിരത്തേണ്ട കാത്തു. ഇനി ആ പാവത്തിന്റെ കണ്ണ് നിറയ്ക്കരുത്. അതെനിക്ക് സഹിക്കില്ല. അതെനിക്ക് പറയാനുള്ളൂ. എനിക്ക് വീട്ടിൽ പോവാം, സമയം ഒരുപാടായി. അവളുടെ കൈ പിടിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോഴും എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞുപോയി. നന്ദേട്ടൻ പിന്നെ എന്നെ ശല്യം ചെയ്യാൻ വന്നില്ല. ഞാൻ പഠനം കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി. നന്ദേട്ടൻ അവിടെ തന്നെ കമ്പനിയിൽ ജോലി കയറി. അതിനിടയിൽ അച്ചുവിന്റെ കല്യാണവും കഴിഞ്ഞു. അവൾ കെട്ടിയതിൻ്റെ കൂടെ അമേരിക്കയിലേക്കും പോയി. അവളും കൂടി പോയ പിന്നെ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായി. വീട്ടിൽ നിന്ന് മുഷിഞ്ഞ കൊണ്ട് കുട്ടികൾക്ക് സംഗീതം പഠിപ്പിക്കാൻ അടുത്തുള്ള കലാമണ്ഡലത്തിൽ പോയി തുടങ്ങി. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് കലാമണ്ഡലത്തിലെ ഡാൻസ് ടീച്ചറുടെ കൂടെ വീട്ടിലേക്ക് തിരിക്കുമ്പോഴാണ് മുന്നിലേക്ക് വന്ന ആരോ ചാടിയത്. ഞങ്ങൾക്ക് ഈ സംഗീത ടീച്ചർ കൊണ്ട് ഒരാവശ്യമുണ്ട്. ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് ആളെ മനസ്സിലായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്തും നാട്ടിലെ സകലമാന തെണ്ടിത്തരങ്ങൾ ചെയ്തു കൂട്ടുന്ന ചെറ്റ അർജുനാണെന്ന്. ലക്ഷ്മി ടീച്ചറോട് പോകാനാ പറഞ്ഞ്. അവള് നോക്കി നിൽക്കാനല്ല. എന്നെ തന്നെ നോക്കിന്നുകൊണ്ടാവാം അവൾ ലക്ഷ്മി ടീച്ചറോട് അത് പറഞ്ഞത്. പാവം, അതിനൊന്നും ചെയ്യാനാവില്ലല്ലോ. പേടികൊണ്ട് ടീച്ചറുടെ കൈ എൻ്റെ കൈകളിൽ മുറുകിയിരുന്നു. ടീച്ചർ പോകുന്നോ അതോ വീട്ടിലുള്ള പെൺകൊച്ചുങ്ങളെ ഞാൻ കയറി മാന്തണോ? ഒരു ഉളുപ്പുമില്ലാതെ ആ ചെറ്റ ടീച്ചറോട് ചോദിക്കുന്ന കേട്ട് എനിക്ക് അടിമുടി ദേഷ്യം ഇരച്ചു കയറി. ടീച്ചർ വീട്ടിൽ പോയിക്കോ. എൻ്റെ കയ്യിൽ വീണ്ടും പിടിമുറുക്കിയ ടീച്ചറുടെ കൈ എടുത്തു മാറ്റിക്കൊണ്ട് ഞാൻ പറഞ്ഞു. കുഞ്ഞെ, നിന്നെ ഒറ്റക്കാക്കി ഞാനെങ്ങനെയാ? സാരല്ല ചേച്ചി, അല്ലെങ്കിൽ ആ ചെറ്റ വീട്ടിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ പിടിച്ചു കയറും. എന്നെക്കുറിച്ച് ആലോചിക്കേണ്ട. അല്ലെങ്കിൽ ഈ പാഴ്ജന്മം ഇങ്ങനെയൊക്കെ തീരാനായിരിക്കും വിധി. കുഞ്ഞെ, എന്താ ഇത്? ഞാൻ നിന്നെ ഒറ്റക്കാക്കി പോകുന്നില്ല. നിങ്ങളോട് അവൾ പോകാനല്ലേ പറഞ്ഞ്, പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത്? അയാളുടേത് പറച്ചിലായിരുന്നില്ല, അലർച്ചയായിരുന്നു അവിടെ മുഴങ്ങിയത്. പേടിച്ചുകൊണ്ട് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് കൈമാറ്റി നടന്ന് ഞാൻ അറിഞ്ഞു. ദേവി, ആ കുഞ്ഞിനെ കാത്തോണേ. നടക്കുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ലക്ഷ്മി പ്രാർത്ഥിച്ചു. നീ അങ്ങ് ഒന്നുകൂടി സുന്ദരിയായല്ലോ മോളെ. പരിഹാസം കലർന്ന സ്വരത്തോട് അവൻ പറഞ്ഞു. കാത്തു ഒന്നും മിണ്ടാൻ നിന്നു. ഭയമുള്ളിലുണ്ടായിരുന്നെങ്കിലും പുറത്ത് പ്രകടിപ്പിച്ചില്ല. എന്താടി, നിന്നെ മറ്റവനിപ്പോ നിന്നെ വേണ്ടതായോ? എന്റെ കയ്യിൽ നിന്ന് ഇത്രയും കാലം നിന്നെ രക്ഷിച്ച അവനായിരുന്നില്ലേ? നിന്നെ ആസ്വദിച്ച് മതിയായപ്പോ ഇട്ടേച്ചു പോയോടി. അവൾ അവന് നേരെ കൈ ചൂണ്ടി. അയ്യോ, അവനെ പറഞ്ഞപ്പോ പൊള്ളിയോ കൊച്ചു തമ്പുരാട്ടിക്ക്? നന്ദേട്ടൻ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്നാ ചെടി കണ്ണാണാത്തവളെ. നിന്നെ ഇപ്പൊ എന്ത് ചെയ്താലും ഒരുത്തിനും വരാൻ പോകുന്നില്ലടി. കിടന്ന് കാറണ്ട. അതും പറഞ്ഞ് അവൻ അവളിലേക്ക് നടന്നെടുത്തു. പേടിയോടെ കാത്തു പുറകിലേക്കും. കണ്ണു കാണാത്തോണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ കല്ലിൽ തട്ടി കാലിൽ മുറി പറ്റിക്കൊണ്ടിരുന്നു. വേദന കൊണ്ട് കരയാൻ പോലും ആവാതെ അവൾ പുറകിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ആകാശം കാർമേഘത്താൽ മൂടി. പെയ്തൊഴിയാനായി ഭൂമിയിൽ തുള്ളി തുള്ളിയായി മഴ ചാറി തുടങ്ങി. കാത്തുവിന്റെ ശരീരത്തിൽ മഴത്തുള്ളികൾ വന്ന് പതിഞ്ഞു. കാലിലും കയ്യിലും പറ്റിയ മുറിവുകൾ നീറിത്തുടങ്ങി. നീ എത്ര പുറകോട്ട് പോയാലും എന്നിൽ നിന്ന് എനിക്കിനി രക്ഷയില്ല കാർത്തിക. അർജുൻ ഒരു രാക്ഷസനെ പോലെ പൊട്ടിച്ചിരിച്ചു. കാത്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ ജീവിതം ഇതോടെ തീരാൻ പോകുന്നതായി അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ അവളുടെ അടുത്തെത്തി. അവളുടെ മുഖത്ത് തൊട്ടു. കാത്തു അവന്റെ കൈകൾ തട്ടിമാറ്റി. അടങ്ങി നിന്നോണം, അല്ലെങ്കിൽ അറിയാനോ എനിക്ക് അർജുനെ. എന്നെ ഒന്നും ചെയ്യല്ലേ.
അവസാനം എന്നോണം കണ്ണു നിറച്ചുകൊണ്ട് അവൾ അവനോട് കെഞ്ചി. അപ്പം നിനക്കെന്നെ പേടിയുണ്ടല്ലേ? ചേട്ടൻ നിന്നൊന്നും ചെയ്യില്ല കാത്തു. അത്രക്ക് മത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ശരീരം തന്നെ. അവളുടെ മുഖത്തൂടെ വിരലോടിച്ചുകൊണ്ട് അവൻ വശ്യമായി അവളോട് പറഞ്ഞു. അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. കാലം കുറേയായി ഈ അർജുൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുക. പലതവണ നിന്നിലേക്ക് വരാൻ നോക്കുമ്പോഴും ആ നന്ദൻ അവൻ നിന്നെ രക്ഷിച്ചു. ഇനി ആരും വരില്ല കാത്തു. നീ എനിക്കുള്ളതാ. അവൻ വീണ്ടും പൊട്ടിച്ചിരിച്ചു. ആർത്തിളച്ചു പെയ്യുന്ന മഴയിൽ അവന്റെ അട്ടഹാസം മുഴങ്ങിക്കൊണ്ടിരുന്നു. ദേവേട്ടാ, ഉമ്മർത്തിരിക്കുന്ന ദേവനെ ഭാര്യയിൽ അത് വിളിച്ചു. എന്താണതേ? ദേവേട്ട മോളിതുവരെ വന്നിട്ടില്ല. എവിടെയാണ് അവന്റെ മോള്? എനിക്ക് പേടിയാവുന്നുണ്ട്. നീ ഇങ്ങനെ കിടന്ന് പേടിക്കില്ലതേ. നീ ആ ലക്ഷ്മി ഒന്ന് വിളിച്ചു നോക്കാം. ശരി, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അവരതും പറഞ്ഞ് അകത്തേക്ക് പോയി. ഉമ്മർത്തിരിക്കുന്ന ദേവന്റെ മനസ്സും അപ്പോൾ എന്തിനോ വേണ്ടി നീറിക്കൊണ്ടിരുന്നു. തന്റെ മകൾക്ക് എന്തോ ഒരു ആപത്ത് സംഭവിച്ചെന്ന് അയാൾക്കും തോന്നി. ദേവേട്ട, ആ കൊച്ചു ഫോൺ എടുക്കുന്നില്ല. ഇല്ലേ? ഇല്ല ദേവേട്ട, നിങ്ങളൊന്ന് പോയി നോക്ക്. കണ്ണാ, എന്റെ കൊച്ച്. നീ ഇങ്ങനെ കരയാതില്ലേ? ആ കുടയെടുത്തേ, ഞാൻ കാവലവരൊന്ന് പോയി നോക്കട്ടെ. അകത്തുനിന്നില്ല അതൊരു കുടയെടുത്ത് അയാൾക്ക് കൊടുത്തു. കയ്യിലൊരു ടോർച്ചുമായി അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മേ, അച്ഛനെവിടെ പോവാ? ദേവൻ ഇറങ്ങിപ്പോകുന്നുണ്ട് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന കാത്തുവിന്റെ അനിയത്തി ചോദിച്ചു. അനുമോളെ, കാത്തുമോൾ ഇതുവരെ എത്തിയില്ല. ചേച്ചി വന്നില്ലേ? ഞാനും ചേച്ചി അന്വേഷിച്ച് വന്നാ. ഞാൻ കരുതി ചേച്ചി താഴെങ്ങാനും കാണുന്നു. അറിയില്ല, എൻ്റെ കൊച്ചി ഇത്രയും വൈകാറില്ലല്ലോ കണ്ണ. ചേച്ചി വരും അമ്മേ, അച്ഛൻ പോയിട്ടില്ലേ? അനുവരെ സമാധാനിപ്പിച്ചു. തൻ്റെ ചേച്ചിക്ക് എന്തു പറ്റിയിട്ടുണ്ടാവും എന്ന ആദി അവൾക്കുള്ളിൽ ഒരു കനലായി അവശേഷിച്ചു. നീ എനിക്കുള്ളതാ കാർത്തിക. അതും പറഞ്ഞ് കാത്തുവിലേക്ക് അടുക്കാൻ നിന്ന അർജുൻ പൊടുന്നനെ അപ്പുറത്തേക്ക് തെറിച്ചു വീണു. തന്റെ നന്ദേട്ടന്റെ സാമീപ്യം അറിഞ്ഞപ്പോൾ കാത്തുവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. നിലത്തിടക്കുന്ന അർജുൻ അവിടുന്ന് എണീറ്റ് സർവ്വവും ചുട്ടിരിക്കാൻ പാകത്തിൽ സംഹാര താണ്ഡവനായി നിൽക്കുന്ന നന്ദന് നേരെ ചീറിപ്പാഞ്ഞു വന്നു. അർജുൻ നന്ദനെ ചവിട്ടാൻ നിന്നും ആ കാല് പിടിച്ചുയർത്തി നന്ദൻ വീണ്ടും അവനെ നിലത്തേക്ക് ചവിട്ടി വീഴ്ത്തി. അർജുൻ കിടന്ന കിടപ്പിൽ നന്ദന്റെ കാല് പിടിച്ചു വലിച്ചു. അത് പ്രതീക്ഷിക്കാത്തതിനാൽ നന്ദൻ ബാലൻസ് ഇട്ട് ആ താഴേക്ക് വീണു. ആ വീണ വീഴ്ചയിൽ അവന്റെ തല ഒരു കല്ലിലിടിച്ചു. അവളുടെ ആ വിളിയിൽ അവൻ സ്വയം മറന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം അവളുടെ വായിൽ നിന്ന് ആ വിളി കേട്ടതും അവന് സന്തോഷം കൊണ്ട് നിൽക്കാനായില്ല. എന്നാൽ ആ തക്കത്തിന് കയ്യിൽ കിട്ടിയ മരക്കഷ്ണം എടുത്ത് അർജുൻ അവന്റെ തലക്കടിച്ചു. നന്ദൻ വേദന കൊണ്ട് വീണ്ടും അലറി. അവന്റെ കണ്ണുകൾ ചുവന്ന് തുടുത്തു. ദേഷ്യം അവനിൽ ഉച്ചസ്ഥായിലെത്തി. നിലത്തു നിന്നീറ്റ് അവൻ അർജുന് നേരെ പാഞ്ഞ് അവന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു വലിച്ച് അവന്റെ വയറിൽ മുട്ടുകാൽ കൊണ്ട് ഇടിച്ചുകൊണ്ടിരുന്നു. അവന് നിലത്തേക്ക് തള്ളിയിട്ട് അവന്റെ മുഖത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. അവർ കാത്തുവിൽ നിന്ന് കുറച്ച് മാറിപ്പോന്നിരുന്നു. അതുകൊണ്ട് എന്താണ് നടക്കുന്നതെന്ന് കാത്തുവിനറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മോനെ, നീ എന്റെ പെണ്ണിനെ എന്ത് ചെയ്യുന്നടാ പറഞ്ഞേ? പറയടാ. അവന്റെ മുഖത്തേക്ക് ഒന്നുകൂടി മുഷ്ടിയുട്ടി അടിച്ചുകൊണ്ട് നന്ദൻ അലറി. അർജുന്റെ വായിൽ നിന്ന് രക്തം പുറത്തേക്ക് തെറിച്ചു. ഈ നന്ദൻ ജീവനോടെ ഉണ്ടാവുമ്പോ ഒരുത്തനെ അവിടെ ദേഹത്ത് തൊടാൻ ഈ നന്ദൻ അനുവദിക്കില്ല. ഇനി എങ്ങാനും അവളുടെ നിഴൽ വട്ടത്ത് പോലും നീ വന്നെന്നറിഞ്ഞ കുഴിച്ചു മൂടുമ്പോ നീ. അവന്റെ ദേഹത്ത് നിന്നീറ്റ് നന്ദൻ കാത്തുവിന്റെ അടുത്തേക്ക് നടന്നു. തണുത്തു വിറച്ചൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ നിൽക്കുന്നവളെ കണ്ട് അവൻ അവളോട് വാത്സല്യം തോന്നി. മഴയിൽ നനഞ്ഞ സാരി ശരീരത്തിലൊട്ടിയാണ് കിടക്കുന്നത്. മുഖത്തൂടെ ഒലിച്ചിറങ്ങുന്ന മഴത്തുള്ളിയോട് പോലും അവൻ അസൂയ തോന്നി. തന്റെ വിറക്കുന്ന ചുണ്ടുകൾ അവൾ കൂട്ടിപ്പിടിച്ചു. കൺമഷി മുഖത്താകെ ഒലിച്ചിറങ്ങി പരന്നിട്ടുണ്ട്. കെട്ടിവെച്ച മുടി അഴിഞ്ഞുലഞ്ഞിട്ടുണ്ട്. അവളുടെ ആ നിൽപ്പ് കണ്ട് അവന് സഹിച്ചില്ല. തന്റെ ഷർട്ടൂരി അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. മതിലിനോട് ചാരി നിൽക്കുന്നവളെ അവൻ തന്റെ നെഞ്ചിലേക്ക് ഒലിച്ചിട്ടു. അവളൊന്ന് ഭയന്നെങ്കിലും ആളെ മനസ്സിലായത് ഒന്നും മിണ്ടാതെ നിന്നു. അവന്റെ ശ്വാസം അവളുടെ മുഖത്ത് വന്ന് പതിഞ്ഞുകൊണ്ടിരുന്നു. അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. അവന്റെ നനഞ്ഞ നഗ്നമായ നെഞ്ചിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൾ ഒതുങ്ങി നിന്നു. അവനിൽ നിന്നും അകലാനാവാതെ. തന്റെ കയ്യിലുള്ള ഷർട്ട് അവൾക്ക് ഇട്ടുകൊടുത്ത ശേഷം അവൻ അവളിൽ നിന്നും അകന്നു മാറി. അവന്റെ പ്രവൃത്തിയിൽ അവൾക്ക് മനസ്സിലായി തന്നോടുള്ള ദേഷ്യം അവൻ ഇതുവരെ മാറിയിട്ടില്ലെന്ന്. പോവാം. ആ ചോദ്യത്തിന് അവളൊന്ന് തലയാട്ടുക മാത്രം ചെയ്തു. ആദ്യമായി അവന്റെ അകൽച്ച അവളിൽ നോവ് നിർത്തി. കണ്ണുകൾ നിറഞ്ഞു. തന്നോടുള്ള അവന്റെ പ്രണയം അവൻ കുഴിച്ചു മൂടിയോന്നവരെ അവൾക്ക് തോന്നി. നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതിരിക്കാൻ അവൾ കാറിന്റെ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. എന്റെ അവഗണന നിന്നെ എത്രമാത്രം തളർത്തുന്നുണ്ടെന്ന് എനിക്കറിയാൻ കാത്തു. എന്നോടുള്ള നിന്റെ പ്രണയം പുറത്തു വരുന്നവരെ ഞാനിങ്ങനെ അഭിനയിച്ചേ മതിയാവൂ. എന്നോട് ക്ഷമിക്കുക. അവൻ അവളോട് മനസ്സിൽ ഒരുപാട് തവണ ക്ഷമ ചോദിച്ചു.
വീട്ടിലെത്തുമ്പോൾ ദേവനും ലതയും അനുവും എല്ലാവരും ഉണ്ടായിരുന്നു. ലത ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒപ്പം അനുവും ദേവനും കൂടി അവളെ കെട്ടിപ്പിടിച്ചു. എനിക്കൊന്നും പറ്റിയില്ല അമ്മേ. അച്ഛേ, അനു. എന്താ നന്ദ, എന്തിന്റെ മോൾക്ക് പറ്റിയത്? ദേവൻ നന്ദനെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ നടന്നെല്ലാവരോട് പറഞ്ഞു. കണ്ണ, എന്റെ മോള് നീ രക്ഷിച്ചു. ലത നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു. ആന്റി, അങ്കിൾ, അനു, നേരെ ഇറങ്ങട്ടെ. തന്നോട് മാത്രം യാത്ര പറയാത്തിൽ അവൾക്ക് വിഷമം തോന്നി. വാ, പോയി ഫ്രഷ് ആവാൻ ചേച്ചി. അനു കാത്തുവിനെ കൂട്ടി അകത്തേക്ക് നടന്നു. അപ്പോഴും അവളുടെ മനസ്സ് അവളുടെ നന്ദേട്ടന്റെ കൂടെയായിരുന്നു. ചേച്ചി പെണ്ണെ. ബാൽക്കണി ഇരിക്കുന്ന കാത്തുവിനെ അനു വിളിച്ചു. എന്നാ അനു? അതില്ലേ, ചേച്ചി പെണ്ണിനെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. ഒരുങ്ങി താഴേക്കെല്ലാം പറഞ്ഞു. എന്നെ കാണാനോ? അതൊക്കെ എന്തിനാനു? ഞാൻ പറഞ്ഞില്ലേ അതൊന്നും വേണ്ടാന്ന്. പിന്നെ എന്തിനാ എല്ലാവരും കൂടി എന്നെ നിർബന്ധിക്കുന്നത്? ചേച്ചി അവര് വന്ന് കണ്ടിട്ട് പോട്ടെ, എല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നതെന്നാണ് അച്ഛൻ പറഞ്ഞ്. ചേച്ചി വാ, ഞാൻ സാരി ഉടുപ്പിക്കാം. അനു കാത്തുവിനെ വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അവളുടെ കൂടെ അകത്തേക്ക് നടക്കുമ്പോഴും നന്ദേട്ടനായിരുന്നു മനസ്സിൽ. ആ ഹൃദയത്തിൽ അലിഞ്ഞു ചേരാൻ മനസ്സ് സ്വാർത്ഥത കാണിക്കുന്ന പോലെ. അനു, അവരെത്തി. നീ കാത്തുവിനെ കൂടി താഴേക്ക് വാ. ശരിയമ്മേ. അനുവിന്റെ കൂടെ താഴേക്ക് ചെല്ലുമ്പോൾ തന്റെ പ്രാണൻ അടുത്തുള്ള പോലെ അവൾക്ക് തോന്നി. ഹൃദയം വല്ലാതെ മിടിച്ചുകൊണ്ടിരുന്നു. ചായയുമായി ഹാളിലേക്ക് നടന്നു. അവിടെ നിന്നുള്ള സംസാരം കേട്ടതും തന്റെ പ്രാണൻ അവിടെയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എല്ലാവർക്കും ചായ കൊടുത്ത് അവൾ മാറി നിന്നു. കാത്തുമ്മ. വിളി കേട്ടതും കാത്തുവിന് ആളെ മനസ്സിലായി. അച്ചുമ്മ. അവളുടെ വായിൽ നിന്ന് ആ പേര് പുറത്തേക്ക് വന്നു. അപ്പൊ കാത്തുമ്മ എന്നെ മറന്നിട്ടില്ല അല്ലേ? അച്ചുമ്മ, ഞാൻ ഒന്നും പറയണ്ടേ കോപ്പേ. എന്നെ ഒന്ന് വിളിച്ചിട്ട് പോലും ഇല്ല നീ. അത്രയ്ക്ക് അന്യായി ഞാൻ നിനക്ക്. അതും പറഞ്ഞ് കാത്തു അച്ചുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കരയിലേടി കാത്തുമ്മ. അപ്പൊ ദേവാ, നമുക്കിതങ്ങ് ഉറപ്പിക്കുമല്ലേ? നന്ദേട്ടന്റെ അച്ഛൻ അച്ചിയോട് ചോദിച്ചപ്പോൾ മനസ്സിലൊരു കൊള്ളിയാൻ മിന്നി. സന്തോഷം തോന്നിയെങ്കിലും എന്തോ ഒരു വിങ്ങൽ മനസ്സിൽ തിങ്ങി നിറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ കല്യാണത്തിലെ ഡ്രസ്സ് എടുക്കലും മറ്റു കാര്യങ്ങളും കഴിഞ്ഞു. ദേവിയുടെ മുന്നിൽ വെച്ച് നന്ദേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടി. ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു എനിക്ക്. ഒരിക്കലും തമ്മിൽ പിരിക്കലേയും ദേവിയോട് മനസ്സുരുകി ഞാൻ പ്രാർത്ഥിച്ചു. നന്ദന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. തന്റെ ജീവന്റെ പാതിയായി ഇന്ന് താൻ പ്രാണനെ പോലെ സ്നേഹിച്ചവൾ കൂടെയുണ്ടെന്ന് ഇന്ന് അവന്റെ അഹങ്കാരമായി അവന് തോന്നി. രാത്രിയിൽ അച്ചു എന്റെ കയ്യിൽ പാൽ തന്നു. അവൾ എന്നെ നന്ദേട്ടന്റെ മുറിയിലാക്കി. എന്തോ വല്ലാതെ പതിവിലും കൂടുതൽ ഹൃദയം മിടിച്ചുകൊണ്ടിരുന്നു. പുറകിൽ വാതിലടയുന്ന ശബ്ദം കേട്ട് ഞാനൊന്ന് ഞെട്ടി. പുറകിലൂടെ ഒരു കൈ വന്ന് കാത്തുവിനെ ചുറ്റിപ്പിടിച്ചു. നന്ദൻ അവളുടെ പിൻകഴുത്തിൽ തന്റെ മുഖമമർത്തി. കാത്തു ഒന്ന് പൊള്ളി പിടഞ്ഞു. കയ്യിലുള്ള പാല് തുളുമ്പിക്കൊണ്ടിരുന്നു. കാത്തു. അവൻ ആർദ്രമായി അവളെ വിളിച്ചു. അവൾക്കൊന്നും പറയാൻ നാവ് പൊങ്ങിയില്ല. അവന്റെ വിളിയിൽ അവൾ വേറെ ലോകത്തെത്തിയ പോലെ അവൾക്ക് തോന്നി. നിനക്കിപ്പോഴും എന്നെ ഇഷ്ടമല്ലേ കാത്തു? അവൻ അവളോട് ചോദിച്ചു. അവളൊന്നും മിണ്ടാത്ത കാരണം അവൻ അവളിൽ നിന്നും വിട്ടുമാറി പോവാൻ നിന്നും അവൾ അവന്റെ കയ്യിൽ പിടിച്ചു. എന്തെന്നുള്ള രീതിയിൽ അവൻ അവളെ നോക്കിയതും അവൾ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. നന്ദേട്ടാ, ഇനി എന്നെ വിട്ടു പോവില്ലേ? എനിക്ക് കഴിയൂല നന്ദേട്ടാ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. കാത്തു, ഇപ്പോഴെങ്കിലും നീ എന്റെ പ്രണയത്തെ മനസ്സിലാക്കിയല്ലോ, അതുമാത്രം മതി നന്ദേട്ടന്. അവനും തിരികെ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായിരുന്നു കാത്തു ഇത്രയും താമസം എന്നോടിത് പറയാൻ? അറിയില്ല നന്ദേട്ടാ. നന്ദേട്ട എന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു മുതൽ ഞാൻ ആ ഹൃദയത്തിൽ അറിയാൻ ആഗ്രഹിച്ചതാ. എന്നെ പോലെ ഈ കണ്ണു കാണാത്തവള് ഒരിക്കലും ഏട്ടനെ യോജിക്കില്ലെന്ന് തോന്നിപ്പോയി. അങ്ങനെയെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും പോയി കെട്ടിക്കോട്ടെ? ഒരു കളിയോട് അവൻ അവളോട് ചോദിച്ചു. കൊല്ലും ഞാൻ. അവളവന്റെ നെഞ്ചിൽ ചെറുതായി കടിച്ചുകൊണ്ട് പറഞ്ഞു. കിളടി പട്ടിക്കുഞ്ഞ്. കാത്തു. തന്നെ നെഞ്ചിൽ കിടക്കുന്നവൻ അവൻ വിളിച്ചു. എന്താ നന്ദേട്ടാ? നിനക്കെന്നെ കാണണം തോന്നിയിട്ടില്ല ഇതുവരെ? ഇല്ല നന്ദേട്ടാ. കാരണം ഹൃദയത്തിന്റെ കണ്ണോട് ഒരുപാട് തവണ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കായി മാത്രം കുസൃതി നിറഞ്ഞ ആ മുഖം. ഒരു ചിരിയോട് അവൾ പറഞ്ഞു. അവനെ നെഞ്ചിലായി മുഖം ഒളിപ്പിച്ചു. ഒരു ശക്തിക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല കാത്തു. എൻ്റെ ഹൃദയം പിടിക്കും കാലത്തോളം നിന്നിഴലായി ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് ആ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൻ മനസ്സിൽ മൊഴിഞ്ഞു.